ഹിന്ദുക്കൾ പല തട്ടുകളിലായി സംസ്ഥാനത്ത് ചിന്നിച്ചിതറി ജീവിക്കുകയാണ്. ഈ ദോഷങ്ങൾ പറയുന്നത് ദയവ് ചെയ്ത് നിർത്തൂ. എന്തൊക്കെ ദോഷങ്ങൾ! ഇപ്പം ഈ പ്രസംഗത്തിൽ നമുക്ക് എന്തൊക്കെ പറയായിരുന്നു? മയക്കുമരുന്നുകൾ പെരുകുന്നു, നമ്മളെ സമൂഹം മയക്കുമരുന്നിന് അടിമയാണ്, ഡിവോഴ്സുകൾ പെരുകുന്നു എന്നൊക്കെ പറയാമായിരുന്നു. ഒരു നെഗറ്റീവായിട്ടുള്ളതും പറഞ്ഞിട്ടില്ല. ദോഷങ്ങളെയും പ്രതിസന്ധികളെയും കുറിച്ച് പറഞ്ഞ് സ്വതവേയുള്ള പ്രതിസന്ധി വർദ്ധിപ്പിച്ചിട്ടൊരു പ്രയോജനവും ഇല്ല. എന്താണ് പരിഹാരം? ആ ഐക്യത്തിൻ്റെ മന്ത്രമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ചിന്നിച്ചിതറട്ടെന്നെ, എന്നാലല്ലേ നമ്മൾ എല്ലായിടത്തും ഉണ്ടാവുക. അങ്ങനെ കണ്ടൂടെ? ഒരു മനസ്സായാൽ പോരെ? അതുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഒരു വികൃതി എന്ന് വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വികൃതിയെ മിടുക്കാന്ന് വിളിച്ചു നോക്കൂ, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. അതെ, വികൃതിയെ എന്ന് വിളിക്കരുത്, അവനെ മിടുക്കാന്ന് വിളിക്കുക. അവൻ വിചാരിക്കുമോ എൻ്റെ വികൃതി തരമൊന്നും ഈ സ്വാമിക്ക് അറിയില്ല, അതുകൊണ്ടാണ് എന്നെ മിടുക്കാന്ന് വിളിച്ചതെന്ന് ചിലപ്പോൾ ചിന്തിക്കും. എന്നാലും അവൻ്റെ ഉള്ളിലൊരു ചിന്ത പോവും, ഈ വികൃതിയൊക്കെ കളിക്കുന്ന എന്നെ മിടുക്കാന്ന് വിളിച്ചല്ലോ, എന്നാലെങ്കിലും ഞാനൊരു മിടുക്കനാവണ്ടേ എന്ന് ചിന്തിക്കും. അതാണ് പ്രായോഗികമായിട്ട് വേണ്ടത്. ദയവ് ചെയ്ത് ഇപ്പോൾ ഉള്ള വ്യവസ്ഥകളെ കുറ്റപ്പെടുത്താതിരിക്കുക, കൂടുതൽ നന്മയിലേക്ക് ഉയർത്താൻ പരിശ്രമിക്കുക.